وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും അംഗീകരിച്ചും അനുസരിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നീട് ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് നൽകുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ സമയങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത്, മർഹമത്ത് നൽകുകയും രോഗം കൊണ്ട് മറ്റു നിലക്ക് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് പരിഹരിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം പഠിക്കാൻ പോകുന്നത് 103-ാമത്തെ അധ്യായമായ സൂറത്തുൽ അസ്റാണ്. അൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം. അസ്ർ, കാലം. 1-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതാണ് ഈ സൂറത്തിന് അൽ അസ്ർ എന്ന പേര് വരാനുള്ള കാരണം. ആകെ 3 ആയത്തുകളാണ് സൂറത്തുൽ അസ്റിലുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. സൂറത്തുൽ അസ്റിൻ്റെ ധാരാളം മഹത്വങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ 2 പേർ പരസ്പരം കണ്ടുമുട്ടിയാൽ ഇദൽ തഖയ ലം യഫ്തരിഖ ഹത്താ യഖറ അഹദുഹുമാ അലൽ ആഖർ. ഒരാൾ മറ്റൊരാളെ സൂറത്തുൽ അസ്ർ ആദ്യം മുതൽ അവസാനം വരെ ഈ 3 ആയത്തുകളും ഓതി കേൾപ്പിക്കാതെ അവർ പരസ്പരം പിരിഞ്ഞു പോകാറില്ല. ശേഷം ഒരാൾ മറ്റൊരാൾക്ക് സലാം ചൊല്ലി പിരിഞ്ഞു പോകും. പരസ്പരം കാണുമ്പോൾ അവർ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യും എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹിമഹുമുള്ള പറഞ്ഞ ഒരു വാചകം കാണാം. ലൗ തദബ്ബറന്നാസ്, ജനങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഹാദിഹി സൂറ, ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും, ആകെ ഈ സൂറത്ത് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ, എന്നാൽ പോലും അവർക്ക് എല്ലാത്തിനും ഈ സൂറത്ത് മതിയാകുമായിരുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതായി കാണാം. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിലെ എല്ലാവിധ വിജ്ഞാനങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ അസ്ർ. വളരെ കൃത്യമായി പഠിക്കുകയും അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് 100% ഉറപ്പുവരുത്തുവാനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ,
തീർച്ചയായും മനുഷ്യൻ ലഫി ഖുസ്ർ പരാജയം, നഷ്ടം. ലഫി ഖുസ്ർ നഷ്ടത്തിലാകുന്നു. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. മൂന്നാമത്തെ ആയത്ത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഇല്ലല്ലദീന ഒരു കൂട്ടരൊഴികെ. ആദ്യം അല്ലാഹു പറഞ്ഞു എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. എന്നാൽ നഷ്ടമില്ല, വിജയമാണ്. ആർക്ക്? ഇല്ലല്ലദീന ഒരു വിഭാഗത്തിനൊഴികെ. എങ്ങനെയുള്ള ആളുകളാണ്? ആമനു അവർ വിശ്വസിച്ചവരാണ്. അപ്പോൾ വിശ്വസിച്ചവർ ഒഴികെ. രണ്ടാമത്തത് വഅമിലു അവര് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ത്? അസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ. വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. രണ്ട് വിഭാഗം. മൂന്നാമത്തത് വതവാസൗ ബിൽ ഹഖ്. വതവാസൗ പരസ്പരം വസിയ്യത്ത് ചെയ്തു. പരസ്പരം വസിയ്യത്ത് ചെയ്തു. എന്തിന്? ബിൽ ഹഖ്. ബിൽ ഹഖ് സത്യത്തെ, കടമയെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. സത്യം ഉൾക്കൊള്ളുവാൻ, സത്യം കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. മൂന്ന് വിഭാഗമായില്ലേ? ഈ നാലാമതൊരു വിഭാഗം വതവാസ്വൗ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു, വസിയ്യത്ത് നൽകുകയും ചെയ്തു, ഉപദേശിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ബിസ്വബിരി ക്ഷമ കൈക്കൊള്ളാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ അന്യോന്യം വസിയ്യത്ത് ചെയ്തു. ഈ നാല് വിഭാഗം ഒഴികെ ബാക്കിയുള്ള എല്ലാവരും നഷ്ടത്തിലാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. ഒന്നുകൂടെ അർത്ഥം, വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യൻ, തീർച്ചയായും മനുഷ്യർ പരാജയത്തിൽ തന്നെയാകുന്നു, നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇല്ലല്ലദീന ആമനു വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും. വതവാസൗ സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും. വതവാസൗ ബിസ്വബ്ർ ക്ഷമിക്കാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. ഈ നാല് വിഭാഗം അല്ലാത്ത ബാക്കിയുള്ള എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ, ഈ സൂറത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ സൂറത്ത് നമുക്ക് നൽകുന്ന മഹനീയമായ പാഠങ്ങളും വലിയ വലിയ സന്ദേശങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ അസ്ർ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശങ്ങളും വലിയ പാഠങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് സൂറത്തുൽ അസ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത്. വൽ അസ്ർ കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ്. നല്ല കാര്യമാകട്ടെ ചീത്ത കാര്യങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, എന്നെന്നും ഓർത്തു വെക്കാൻ കഴിയുന്ന കാര്യം എല്ലാം, ഏതൊരു ചെറുതും വലുതുമായ നല്ലതും ചീത്തയുമായ സർവ്വകാര്യങ്ങളും, സാധാരണ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അസാധാരണമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ, നമ്മുടെ മനസ്സിന് വല്ലാത്ത ആഹ്ലാദവും സന്തോഷവും നൽകുന്ന വിഷയങ്ങൾ, അതേപ്രകാരം നമ്മുടെ മനസ്സിന് മുറിവേൽക്കുന്ന, നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റു വീഴുന്ന വിഷയങ്ങൾ, നിത്യജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളെ മനസ്സിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവമാന കാര്യങ്ങളും അൽ അസ്റിന്റെ കണ്ണികളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. എല്ലാത്തിനും കാലവുമായി ബന്ധമുണ്ടാവും, അല്ലേ? ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും, ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും, ഏതെങ്കിലും ഒരു വർഷത്തിലായിരിക്കും ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക. കാലത്തിന്റെ അസുറിന്റെ കണ്ണികളിൽ ചേരാത്ത, കാലം സാക്ഷിയാകാത്ത, കാലത്തിന്റെ സ്പർശനങ്ങൾ ഏൽക്കാത്ത, അതേ പ്രകാരം കാലവുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവും ലോകത്ത് ഇല്ല. ചരിത്രങ്ങളാകട്ടെ, മറ്റു പ്രശ്നങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, എല്ലാം ഏതെങ്കിലും ഒരു കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നാം പുറത്തേക്ക് വന്ന ഒരു കാലമുണ്ട്.
ഒരു സമയമുണ്ട്, ഒരു ദിവസമുണ്ട്, ഒരു മാസമുണ്ട്, അല്ലേ? ഒരു കാലവുമായിട്ടാണ് നമ്മുടെ തുടക്കം. നമ്മുടെ ഒടുക്കമോ? നമ്മുടെ ഒടുക്കത്തിനും ഒരു കാലമുണ്ട്. അപ്പൊ നമ്മുടെ തുടക്കം മുതൽ ഒടുക്കം വരെ, നമ്മുടെ അവസാന നിമിഷം വരെയും ഏതെങ്കിലും കാലവുമായുള്ള, കാലത്തിനോടുള്ള ഒരു ഒട്ടിച്ചേരലില്ലാത്ത, ചേർത്തുവെക്കലില്ലാത്ത ഒരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അത്രയും പ്രധാനപ്പെട്ടതാണ് മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാലം. എപ്പോഴും നമ്മോട് ഒട്ടിച്ചേരുന്നതാ, എല്ലാ പ്രശ്നത്തിനും നമ്മോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, കൂടെയുള്ള, എല്ലാത്തിനും സാക്ഷിയാകുന്ന ഒന്നാണ് അൽ അസ്ർ. അതുകൊണ്ടാണ്, ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അഖ്സമ അല്ലാഹു തആല ബിൽ അസ്ർ അല്ലദീ ഹുവൽ ലൈലു വൻ നഹാർ. കാലത്തെ കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. കാലമെന്നാൽ രാത്രിയും പകലുമാണ്. കാലം എന്ന് പറയുന്നത് ഒന്നുകിൽ രാത്രിയായിരിക്കും, അല്ലെങ്കിൽ പകലാകും. രാത്രിയും പകലുമല്ലാത്ത ഒന്ന് കാലങ്ങളിൽ ഇല്ല. അടിമകളുടെ കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വേദിയാണ് കാലമെന്ന് പറയുന്നത്. ഈ കാലത്തിലാണ് നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത്. സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള മുഴുവൻ അവസരങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം നാം തയ്യാറാക്കി വെക്കുന്നത് എപ്പോഴാണ്? ഈ കാലങ്ങളിലാണ്. രാത്രിയും പകലും ഉൾക്കൊള്ളുന്ന കാലത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്തു പറയുന്ന വിഷയം അതീവ ഗൗരവമുള്ളതാണ്. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന വിഷയം എന്താണ്? അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ വിഷയം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വളരെ പ്രാധാന്യമുള്ള, മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാകുന്നു. അതാണ് അല്ലാഹു സൂചിപ്പിച്ചത്. ആ നഷ്ടത്തിൽ ഭൗതിക നേട്ടങ്ങളിലോ, അല്ലെങ്കിൽ ദുന്യവിയായ ജീവിതത്തിലെ വ്യവഹാരങ്ങളിലോ, സ്വാർത്ഥ താല്പര്യങ്ങളിലോ, സുഖാഡംബരങ്ങളിലോ നേരിട്ടാക്കാവുന്ന നഷ്ടമല്ല അല്ലാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ നഷ്ടം, കച്ചവട നഷ്ടം വന്നു, ജോലിയിൽ നഷ്ടം വന്നു, വിദ്യാഭ്യാസത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായി, ഭൗതികമായ നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അല്ലാഹു ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞത് ദുന്യവിയായ ഈ നഷ്ടം ഒന്നുമല്ല, മറിച്ച് മനുഷ്യർ നഷ്ടത്തിലാണ് എന്ന് അല്ലാഹു പറയുന്നത് ഏത് നഷ്ടത്തെക്കുറിച്ചാണ്? പരലോക നഷ്ടത്തെക്കുറിച്ചാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിലാണ്, അഥവാ പരലോക നഷ്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയതായി കാണാം, തീർച്ചയായും കുല്ലു ഇൻസാൻ, എല്ലാ മനുഷ്യരും ഖാസിർ, നഷ്ടക്കാരാണ്. എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണ്. ലാഭം കൊയ്തവർ എന്നതിന്റെ വിപരീതമാണ് നഷ്ടം സംഭവിച്ചവർ എന്നത്. വൽ ഖാസിറു ലിദ്ദുർ രാബിഹ്, ലാഭം കൊയ്തെടുത്തവർ, ലാഭം ലഭിച്ചവർ എന്നതിന്റെ നേർ വിപരീതമാണ് ഖാസിർ എന്ന് പറഞ്ഞാൽ. നഷ്ടത്തിന് ഏറ്റക്കുറവുകളുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട്. എല്ലാ നഷ്ടങ്ങളും ഒരുപോലെയാവില്ല. ചില നഷ്ടങ്ങൾ ഖദ് യകൂനു ഖസ്വാറൻ മുത്ലക, ചിലപ്പോൾ സമ്പൂർണമായ നഷ്ടങ്ങൾ ഉണ്ടാകും. പൂർണ്ണമായും നഷ്ടപ്പെട്ട് പാപ്പരാകുന്ന അവസ്ഥയുണ്ട്. ചില സമയത്ത് പൂർണ്ണമായ നഷ്ടങ്ങൾ ഉണ്ടാവുകയില്ല, അപൂർണമായ നഷ്ടങ്ങളും ഉണ്ടാകും. എന്നാൽ പൂർണ്ണമായ നഷ്ടം ഒരു മനുഷ്യന് ഉണ്ടായാൽ അവന്റെ ദുന്യാവും അവന്റെ പരലോകവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഭാഗികമായ നഷ്ടമാണെങ്കിൽ ആ നഷ്ടം ഒരു പക്ഷേ ദുനിയാവോടുകൂടെ അവസാനിക്കും. പരലോകത്ത് ചെറിയ നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അവസാന നരകത്തിൽ നിന്ന് അവനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കും. ഭൗതികമായ ജീവിതത്തിലുള്ള നഷ്ടമല്ല അല്ലാഹുവിടെ ഉദ്ദേശിച്ചതെന്നും പരലോകത്തിലുള്ള നഷ്ടമാണ് ഉദ്ദേശിച്ചതെന്നും നാം സൂചിപ്പിച്ചു. എന്നാൽ നഷ്ടങ്ങൾ ഏതെങ്കിലും നിലക്ക് പൂർണ്ണമായോ അപൂർണമായോ എല്ലാവർക്കും ഉണ്ടാകും. നഷ്ടങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി എന്ത് പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. മനസ്സിലായില്ലേ? തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? 4 വിഭാഗം ആളുകൾ, അവരെ ഈ നഷ്ടക്കാരിൽ നിന്ന് അല്ലാഹു ഒഴിവാക്കുകയാണ്. ആരൊക്കെയാണ് 4 വിഭാഗം? ഒന്നാമത് ഇല്ലല്ലദീന ആമനൂ, നഷ്ടത്തിൽ നിന്ന് മുക്തരായവർ. ഒന്നാമത് സത്യവിശ്വാസം സ്വീകരിച്ചവരാണ്. അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യനാളിലും അങ്ങനെ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിച്ചിട്ടുള്ള ആളുകൾ
അവരൊരിക്കലും പരാജയപ്പെട്ടു പോയവരല്ല, അവർ നഷ്ടക്കാരല്ല, അവർ വിജയിച്ചവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് വെറും നാവിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. പേരുകൊണ്ട് മാത്രം വിശ്വാസിയായാൽ പോരാ. എന്റെ പേര് മുസ്ലിമാണ്, എന്റെ തറവാട് മുസ്ലിമാണ്, എന്റെ സംഘടന മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമികപരമായ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നതുകൊണ്ടൊന്നും യഥാർത്ഥ വിശ്വാസിയായി തീരാൻ കഴിയില്ല. പേരുകൊണ്ടോ അല്ലെങ്കിൽ നാമം കൊണ്ടോ മാത്രം വിശ്വാസം ഉണ്ടായാൽ പോരാ. ആ വിശ്വാസം ഏറ്റവും ദൃഢമായിരിക്കണം. ആരുടെ മുമ്പിലും പണയപ്പെടുത്താത്തതായിരിക്കണം. ആരുടെ മുമ്പിലും ചങ്കുറപ്പോടുകൂടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും തുറന്നു പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണം. ആ നിലക്കുള്ള ദൃഢമായ വിശ്വാസികളായി ഒരാൾ മാറിയാൽ അവനൊരിക്കലും പരാജയം ഉണ്ടാവുകയില്ല എന്നാണ് ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അൽ ഈമാനു ബിമാ അമറല്ലാഹു ബിൽ ഈമാനി ബിഹി. അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചതിലെല്ലാം വിശ്വസിക്കണം. പലതിലും വിശ്വസിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ റഹ്മാനായ റബ്ബ് പറഞ്ഞുവോ അതിലെല്ലാം പൂർണ്ണമായി വിശ്വസിക്കണം. വലാ യകൂനുൽ ഈമാനു ബിദൂനൽ ഇൽമ്. പക്ഷേ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ, ആ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ എന്തുണ്ടാകണം? അറിവുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച് അറിയണം, മലക്കുകളെ കുറിച്ച് അറിയണം, കിതാബുകളെ കുറിച്ച്, വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയണം, പരലോകത്തെ കുറിച്ച് മനസ്സിലാക്കണം. വിവരമില്ലാതെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണെന്ത്? വിജ്ഞാനം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്. അറിവില്ലാതെ വിശ്വാസം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അങ്ങനെ അല്ലാഹു തആല കൽപ്പിച്ച വിശ്വസിക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും പരിപൂർണമായി ദൃഢമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. അവർ വിജയിച്ചവരാണ്. ഈ പരാജയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഒന്നാമതായി അല്ലാഹു യഥാർത്ഥ വിശ്വാസികളെ മാറ്റി നിർത്തി ആ വിശ്വാസികളായി തീരാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗം വിശ്വാസം ഉള്ളതോടൊപ്പം അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും വളരെ കൃത്യമായി വിശ്വസിക്കുന്നതോടൊപ്പം എന്തുണ്ടാകണം? ആ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും അനുസരിക്കപ്പെടേണ്ടതുള്ള നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ആ നിയമനിർദ്ദേശങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സൽക്കർമ്മം പ്രവർത്തികളിൽ ഉൾപ്പെടും. ആദ്യം എന്ത് വേണം? സത്യവിശ്വാസം ഉണ്ടാകണം. വിശ്വാസികളാകാതെ എത്ര നല്ല കാര്യം ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. വിശ്വാസമില്ലാത്ത ഒരാളുടെ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. നാളെ പരലോകത്ത് അതിന് പ്രതിഫലം ഉണ്ടാവുകയില്ല. അപ്പോൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആദ്യമായി വേണ്ടത് എന്താണ്? ഇഖ്ലാസ് ഉണ്ടാകണം, കൃത്യമായ വിശ്വാസം ഉണ്ടാകണം. ഞാൻ വിശ്വാസിയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയണം. അതിൽ യാതൊരു അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ ഒരു കാര്യങ്ങളിലും ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ആ സത്യവിശ്വാസത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എന്ത് അനുസരിക്കപ്പെടേണ്ട ഏത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏതിൽപ്പെടും? സൽക്കർമ്മം ചെയ്യുന്ന, ആ സൽക്കർമ്മം പ്രവർത്തിക്കുന്ന വഅമിലുസ് സ്വാലിഹാത്ത് എന്നതിൽ ഉൾപ്പെടുന്നതാണ്. സത്യവിശ്വാസം സ്വീകരിച്ച് ഇഖ്ലാസോടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്ന കർമ്മങ്ങൾ മാത്രമേ സൽക്കർമ്മങ്ങളാവുകയുള്ളൂ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത കുറേ ദിക്റുകൾ ചൊല്ലി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, മുൻഗാമികൾ ഒന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ ദിക്റുകളും സ്വലാത്തും ഖുർആൻ പാരായണം ചെയ്താൽ അതെന്താവുകയില്ല? അതൊരിക്കലും സ്വാലിഹുൽ അഅ്മാലാവുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പില്ല, അള്ളാഹുവിന്റെ കൽപ്പനകളില്ല. അതുകൊണ്ട് അത് സ്വാലിഹുൽ അഅ്മാലുകളാവുകയില്ല. സ്വാലിഹുൽ അഅ്മാല് സൽപ്രവർത്തനമാകണമെങ്കിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൃത്യമായ കയ്യൊപ്പുള്ളതാകണം. അവരുടെ കൽപ്പനകൾ ഉള്ളതാകണം. നമ്മുടെ ഇഷ്ടം നമുക്കങ്ങനെ തോന്നുക, അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ, അത് നല്ലതല്ലേ, അതിനെന്താ കുഴപ്പം എന്ന് വിചാരിച്ചാൽ അതൊന്നും സ്വാലിഹുൽ അഅ്മാലുകൾ ആവുകയില്ല. സത്യവിശ്വാസം സ്വീകരിക്കണം. ഇഖ്ലാസ്, അള്ളാഹുവിന്റെ പ്രതിഫലം പൂർണ്ണമായി പ്രതീക്ഷിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കണം. അപ്പോഴാണ് ആ പ്രവർത്തനം സ്വാലിഹുൽ അഅ്മാലുകൾ ആവുക. വൽ അമലു സ്വാലിഹ്, സൽക്കർമ്മം എന്നാൽ ഭൗതികമായി നാം ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ, അതോടുകൂടെ നിർബന്ധമായ കാര്യങ്ങൾ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ധാരാളം സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങളുണ്ട്. അതേ പ്രകാരം നിർബന്ധമായി നാം ചെയ്തിരിക്കേണ്ട കർമ്മങ്ങൾ, അതൊക്കെ സ്വാലിഹുൽ അഅ്മാലുകളാണ്. അതേപോലെ മനുഷ്യരോടും അള്ളാഹുവിനോടുമുള്ള എല്ലാവിധ കടമകളുണ്ട്. ഒരുപാട് കടമകൾ മനുഷ്യരോട് ചെയ്യേണ്ട, മാതാപിതാക്കളോട് ചെയ്യേണ്ട, മക്കളോട് ചെയ്യേണ്ട, ഇണകളോട് ചെയ്യേണ്ട, അയൽപക്കക്കാരോട്, നാടിനോട്, നാട്ടുകാരോട്, സുഹൃത്തുക്കളോട്, മുസ്ലിം സഹോദരങ്ങളോട് ചെയ്യേണ്ട ഒരുപാട് ബന്ധങ്ങളും ബാധ്യതകളും കടമകളുമുണ്ട്. അതെല്ലാം എന്താണ്? സ്വാലിഹുൽ അഅ്മാലുകളാണ്. നമ്മുടെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വാലിഹുൽ അഅ്മാലുകളിൽ പെടും.
മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ ഈ പറയപ്പെട്ട സുന്നത്തായ അല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ, മനുഷ്യരോട് ചെയ്യേണ്ടുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന മേഖലകളിലുള്ള കടപ്പാടുകൾ, കടമകൾ, അതേപ്രകാരം അള്ളാഹുവിനോടുള്ള വിവിധങ്ങളായിരിക്കുന്ന കടമകൾ, അതെല്ലാം എല്ലാ നന്മകളും ഏതിൽപ്പെടും? സ്വാലിഹുൽ അഅ്മാലുകളിൽ പെടും. ആ സ്വാലിഹുൽ അഅ്മാലുകൾ ചെയ്തവർ എന്താവുകയില്ല? നഷ്ടക്കാരാവുകയില്ല. വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹുൽ അഅ്മാലുകൾ ചെയ്തവർ നഷ്ടക്കാരല്ല, അവരല്ലാത്തവർ നഷ്ടക്കാരാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് പറയുക, സ്വാലിഹുൽ അഅ്മാൽ, സൽപ്രവർത്തനം എന്ന് പറയുന്നത് അള്ളാഹു പഠിപ്പിച്ചതാകണം, ഇസ്ലാമിൽ ഉള്ളതാകണം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ഉള്ളതാകണം. അള്ളാഹുവിന്റെ റസൂല് ചെയ്തതോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതോ, കൽപ്പിച്ചതോ, അവിടുന്ന് അനുവാദം നൽകിയതോ ആയ വിഷയങ്ങളാകണം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലതല്ലേ, ചെയ്തുകൂടെ, ഖുർആനല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്ന് പറഞ്ഞ് സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്താവുകയില്ല? സ്വാലിഹുൽ അഅ്മാലുകൾ ആവുകയില്ല. അള്ളാഹും റസൂലും ചെയ്തതാണ് എന്ന് ഉറപ്പുവരുത്തണം, എങ്കിലേ സ്വാലിഹുൽ അഅ്മാലുകൾ ആവൂ എന്നാണ് നാം സൂചിപ്പിച്ചത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്തവർ വിജയിച്ചവരാണ്. സ്വാലിഹുൽ അഅ്മാലുകൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാർ. മൂന്നാമതായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താ? വതവാസൗ ബിൽ ഹഖ്, സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കുക എന്നതാണ്. സത്യവിശ്വാസം സ്വീകരിച്ചു, ഒന്നാമതായി വേണം. ആ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അത് മതിയോ? പോരാ. അതുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യണം? വസിയ്യത്ത് ചെയ്യണം, ഉപദേശിക്കണം. നന്മ കൽപ്പിക്കുക എന്നതും തിന്മ തടയുക എന്നതും മുസ്ലിമീങ്ങളാകുന്ന എന്റെയും നിങ്ങളുടെയും ഒരു പൊതു കടമയാണ്. എല്ലാവരോടും നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ജോലി തിരക്കുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സമയമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ടാകുമ്പോഴും ഈ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നത് എന്തുകൊണ്ടാ? നന്മ കൽപ്പിക്കുക, യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഓരോ മുസ്ലിമിന്റെയും കടമയാണ്, എന്റെ ബാധ്യതയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്ന് പറഞ്ഞാൽ നാം പറയുന്ന ഈ പഠിക്കുന്ന ഖുർആൻ ക്ലാസുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, വതവാസൗ ബിൽ ഹഖ്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം ചെയ്താലും മാത്രം പോരാ. നമ്മൾ നിസ്കരിച്ച് നോമ്പ് പറ്റി ദിക്റിയല്ലേ, ഞാൻ നന്നായി, മറ്റുള്ളവന്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റൂല, അതിനെനിക്ക് നോക്കാൻ സമയമില്ല, അതൊന്നും പറഞ്ഞിട്ട് അവരുടെ വെറുപ്പും അവരുടെ കോപവും സമ്പാദിക്കേണ്ടതില്ല എന്ന ചിന്ത വിശ്വാസികൾക്ക് ഉണ്ടാകരുത്. മറിച്ച് നാം പഠിച്ച, നാം മനസ്സിലാക്കിയ ഈ കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക്, നാം പരിചയമുള്ളവരിലേക്ക്, പരിചയമില്ലാത്തവരിലേക്ക്, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും പൂർണ്ണമായ ബാധ്യതയാണ്. വെറും പണ്ഡിതന്മാരുടെ മാത്രം ബാധ്യതയല്ല ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്, എത്തിച്ചു കൊടുക്കുക എന്നത്. ഒരുപക്ഷെ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ വാട്സാപ്പിൽ നിന്ന്, നമ്മുടെ ഫോണുകളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ പഠിപ്പിച്ചു തന്നത്. മൂന്നാമത്, അങ്ങനെ പരസ്പരം സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പരസ്പരം വസിയ്യത്ത് ചെയ്യുക, ഉപദേശിക്കുക, അതവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ആ സത്യവിശ്വാസം സ്വീകരിക്കുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ആകണം എന്ന കൃത്യമായ ആഗ്രഹം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഓരോരുത്തർക്കും എല്ലാവരുടെയും കഴിവ് ഒരുപോലെയാവില്ല. എന്റെ കഴിവായിരിക്കില്ല നിങ്ങൾക്ക്, നിങ്ങളുടേത് ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. ഓരോരുത്തരുടെയും കഴിവിന്റെ ആ പരിധിയിൽ നിന്നുകൊണ്ട് ഇത് നിർവഹിക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും നിർബന്ധ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഞാനും നിങ്ങളും പരാജയപ്പെടും എന്നാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ പരാജയത്തിൽ നമ്മൾ പെടണോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, പരാജയപ്പെട്ടവരാണ് എന്ന് അല്ലാഹു പറഞ്ഞ ആ ലിസ്റ്റിലാണോ ഞാനും നിങ്ങളും ഉള്ളത് എന്ന് നമ്മോട് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. എത്ര കാലമായി നമ്മൾ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നു, എത്ര സൂറത്തുകൾ നമ്മൾ പഠിച്ചു, എത്ര ആയത്തുകൾ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ പഠിച്ചു എന്നതല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഏറ്റവും അടുത്ത കുടുംബക്കാരോട് പോലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുക്കാത്ത, ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എത്തിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിലുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് സ്വന്തത്തോട് ആത്മാർത്ഥമായി ചോദിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ എത്തിച്ചു കൊടുക്കാത്തവരാണ് നമ്മളെങ്കിൽ, ഒരു തെറ്റ് ഒരാളിൽ കാണുമ്പോ ആ തെറ്റ് ചെയ്യല്ല മോനെ, ഇത് ഇസ്ലാമിനെതിരാ, ഇത് അല്ലാഹ് പഠിപ്പിക്കാത്തതാ, ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തതാണ് എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യവും ഈമാനും നമുക്കില്ലെങ്കിൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പരാജയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞവരിൽ ഞാനും നിങ്ങളും പെടും. അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പോരാ, നാലാമത്തത് അള്ളാഹു പറയുന്നത് എന്താ? സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം ആ സത്യവിശ്വാസത്തിന് മറ്റുള്ളവരോട് കൽപ്പിക്കണം, അവരെ ഉപദേശിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തണം, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം, അതവരോട് കൽപ്പിക്കണം. അതുപോലെ സൽക്കർമ്മങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ, ഖുർആനുമായി അടുക്കാത്തവരുണ്ടെങ്കിൽ, ഖുർആൻ പഠിക്കാത്തവരുണ്ടെങ്കിൽ, ഖുർആനിനെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവരോട് ഉപദേശിക്കുകയും അതിനവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോ അതിനെ അവരെ താല്പര്യം, നമ്മളെ ഗ്രൂപ്പുകളിൽ ചെന്നിട്ട് നമ്മൾ ഈ ഖുർആനിന്റെ സന്ദേശം അവരോട് പറയുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ ഇന്ന ആയത്തിൽ ഇതുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകും, കുത്തുവാക്കുകളുണ്ട്. ഈ പുത്തംവാദിയാടാ, ഇത്രയും കാലമില്ലാത്ത ഖുർആൻ പഠന ക്ലാസ്, നിങ്ങളിപ്പോ ഒരു ഖുർആൻ ക്ലാസ്സുമായി വന്നിരിക്കുന്നത് ഞങ്ങളെ പഴപ്പിക്കാൻ വേണ്ടിയാണോ വന്നത്? പല കുത്തുവാക്കുകൾ ഉണ്ടാകും, പല പരിഹാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ സത്യവിശ്വാസവും സൽക്കർമ്മവും അനുഷ്ഠിക്കുവാനും വിശ്വസിക്കുവാനും അവരെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ സഹിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് അള്ളാഹു പറയുന്നത്. നാലാമത്, ക്ഷമയോടെ എല്ലാവിധ എതിർപ്പുകളെയും എല്ലാവിധ വിഷമങ്ങളെയും ക്ഷമയോടുകൂടെ സഹിക്കണം. ക്ഷമ കൈകൊള്ളേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അവന് എതിര് പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവന്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലും എല്ലാത്തിനും ക്ഷമിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുന്ന സമയങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, മനസ്സിലായില്ലേ? അതിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങൾ വിട്ടു നിൽക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും, അവിടെയും കൃത്യമായ ക്ഷമ സ്വീകരിക്കാൻ കഴിയണം. അതേ പ്രകാരം റഹ്മാനായ റബ്ബിന്റെ വിധിയുടെ ഖദർ ഖളാഇന്റെ ഭാഗമായി നമുക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾ, ജോലിയില്ലായ്മകൾ, കച്ചവടങ്ങളിലെ നഷ്ടങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, അങ്ങനെ പലതുണ്ടാകും. അതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ നമ്മെ പടക്കുന്നതിന്റെ മുമ്പേ തീരുമാനിച്ചു വെച്ചതാ. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അത് മാത്രമേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന പ്രയാസങ്ങളെയും ക്ഷമിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരാൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവരെ ഉപദേശിക്കണം. ക്ഷമിച്ചാലുണ്ടാകുന്ന ആ മഹത്വം അവരെ പഠിപ്പിക്കണം. രോഗമെന്ന് പറയുന്നത് ഇന്ന് വല്ലാതെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. രോഗങ്ങളും വേദനകളും ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചവരാ നമ്മളൊക്കെ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എത്ര വർഷങ്ങളോളം അദ്ദേഹം രോഗിയായി. അദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു, സന്താനങ്ങൾ മുഴുവനും അദ്ദേഹത്തിനെ വിട്ടെറിഞ്ഞു പോയി, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, കൂട്ടുകാർ അദ്ദേഹത്തെ വിട്ടെറിഞ്ഞു പോയി. ആ സമയത്തും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അദ്ദേഹം ക്ഷമിച്ചു എന്നതാണ്. ക്ഷമിച്ചപ്പോൾ അള്ളാഹു തആല എല്ലാം തിരിച്ചു കൊടുത്തു. അപ്പൊ നാലാമത്തെ ഗുണമായി അള്ളാഹു ഇവിടെ പറയുന്നത്, വിജയിക്കാനുള്ള നാലാമത്തെ ഗുണമായി അള്ളാഹു പറയുന്നത് ക്ഷമിക്കാൻ കഴിയണം, ക്ഷമയെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കണം, അവർ വിജയിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഈ 4 ഗുണവിശേഷണങ്ങളും ഉള്ള ആളുകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നാളെ പരലോകത്ത് അവർ വിജയിച്ചവരായിരിക്കും. ആദ്യത്തെ 2 കാര്യങ്ങൾ മനുഷ്യനെ സ്വയം സമ്പൂർണ്ണനാക്കുന്നതും പിന്നീടുള്ള 2 കാര്യങ്ങൾ മറ്റുള്ളവരെ പൂർണ്ണതയിലേക്ക് നയിക്കാനുള്ളതുമാണ്. 4 കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിലൂടെ, ഈ 4 കാര്യങ്ങളുടെയും പരിപൂർണമായ അർത്ഥത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചാൽ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ഏറ്റവും മഹത്തായ വിജയത്തിൽ നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തുൽ അസ്ർ അർത്ഥമറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വായിക്കുക, പഠിക്കുക. ആ 4 കാര്യവും എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് ഞങ്ങളെ ഏവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം വരെ ഇസ്സത്തോടെ അഭിമാനത്തോടെ മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരണപ്പെടുവാനും അള്ളാഹുവേ, നിന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, സനാബിൽ ഖുർആൻ പഠന പദ്ധതിയെ എല്ലാവിധത്തിലും സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, അതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ
في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أنت تعلم ذنوبنا واغفرها، اللهم أنت تعلم أمراضنا واشفها، اللهم أنت تعلم ديوننا فأدها، اللهم أنت تعلم حاجاتنا واقضها يا ذا الجلال والإكرام. واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.